ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടാൻസ്റ്റാക്ക് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത അവരുടെ റൗട്ടിംഗ് ലൈബ്രറി ടാൻസ്റ്റാക്ക് റൗട്ടറിനെ കുറിച്ചാണ്. അപ്പം നമ്മൾ ഓൾറെഡി ഈ ഒരു ടാൻസ്റ്റാക്കിന്റെ എക്സിസ്റ്റിംഗ് ലൈബ്രറീസ്, അതായത് ടാൻസ്റ്റാക്ക് ക്വറി അല്ലെങ്കിൽ റിയാക്ട് ക്വറി, അതുപോലെ തന്നെ ടാൻസ്റ്റാക്ക് ടേബിൾ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇതൊരു ഓപ്പൺ സോഴ്സ് ഹൈ ക്വാളിറ്റി ലൈബ്രറീസ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ പ്രൊജക്റ്റിൽ ഈസി ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് യൂസ് ചെയ്യാവുന്ന. അതിൽ തന്നെ നമ്മുടെ റിയാക്ട് ക്വറിന്റെ ട്യൂട്ടോറിയൽസിന് നല്ല റെസ്പോൺസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഇവരുടെ ഫ്രെയിം വർക്ക് ടാൻസ്റ്റാക്ക് സ്റ്റാർട്ട് അതിന് ഡെവലപ്മെന്റിലാണ്, ബീറ്റ വേർഷൻ ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ടാൻസ്റ്റാക്ക് റൗട്ടർ പോലെ തന്നെ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ടാൻസ്റ്റാക്ക് ഫോം. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇനി നമുക്ക് ടാൻസ്റ്റാക്ക് റൗട്ടറിലേക്ക് തിരിച്ചു വരാം. ഇതിന്റെ അഡ്വാൻറ്റേജസ് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് വൺ ടൈപ്പ് സേഫ്റ്റി ആണ്. സ്ട്രോങ് ടൈപ്പ് സ്ക്രിപ്റ്റ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പെർഫോമൻസിന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് ലേസി ലോഡിംഗ് ടെക്നിക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡാറ്റ മാനേജ്മെന്റ് ഇന്റഗ്രേഷൻ ആണെങ്കിലും ഈസിയാണ്. ഫയൽ ബേസ്ഡ് റൗട്ടിംഗ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഫയൽ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി റൗട്ട്സ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഈ ടാൻസ്റ്റാക്ക് റൗട്ടറിന്റെ മെയിൻ അഡ്വാൻറ്റേജ്. ഇനി ഒരു ടാൻസ്റ്റാക്ക് റൗട്ടർ നമ്മുടെ എക്സിസ്റ്റിംഗ് റിയാക്ട് പ്രൊജക്റ്റിൽ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, അതുപോലെ തന്നെ വൈറ്റ് പ്രൊജക്റ്റിൽ ഇന്റഗ്രേഷൻ എങ്ങനെയാണ് റൗട്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഡൈനാമിക് റൗട്ടിംഗ്, സെർച്ച് പാരാമീറ്റേഴ്സ്, ലേസി ലോഡിംഗ് ഒക്കെ എങ്ങനെയാണ് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് ടാൻസ്റ്റാക്കിന്റെ ഒഫീഷ്യൽ ഡോക്യുമെന്റേഷൻ. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളൊരു പുതിയ കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ എപ്പോഴും ആ ഒരു ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്ത അവരുടെ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് പഠിക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പൊ നമ്മൾ ഇനി ഈ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന പ്രൊസീജിയേഴ്സ് ആണ് ഫോളോ ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ടാൻസ്റ്റാക്ക് റൗട്ടർ ആയതുകൊണ്ട് ടാൻസ്റ്റാക്ക് റൗട്ടർ ക്ലിക്ക് ചെയ്യുക, ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി ടാൻസ്റ്റാക്ക് എന്ന് പറഞ്ഞിട്ട്. അവിടെ വരുന്ന ഫസ്റ്റ് ലിങ്ക് തന്നെ ഈ ഒരു വെബ്സൈറ്റിന്റെ ആയിരിക്കും. പിന്നെ ഓവർവ്യൂവിൽ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, അതായത് ഫയൽ ബേസ്ഡ് റൗട്ടിംഗ്, ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ്, ടൈപ്പ് സ്ക്രിപ്റ്റ് സപ്പോർട്ട് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇവർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കണ്ടോ 100% ഇൻഫേർഡ് ടൈപ്പ് സ്ക്രിപ്റ്റ് സപ്പോർട്ട്സ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് റീഡ് ചെയ്ത് നോക്കുക കേട്ടോ. നമുക്ക് ഇൻസ്റ്റാളേഷനിലേക്ക് പോകാം. പിന്നെ നിങ്ങളുടെ പാക്കേജ് മാനേജർ ബേസ് ചെയ്തിട്ട് ഇൻസ്റ്റാളേഷൻ ഇത് ചൂസ് ചെയ്യുക. എന്റെ NPM ആയതുകൊണ്ട് ഞാൻ NPM ഇൻസ്റ്റാൾ ടാൻസ്റ്റാക്ക്/റിയാക്ട് റൗട്ടർ ഇതാണ് ചൂസ് ചെയ്യുന്നത്. VS കോഡിലേക്ക് വരിക. ഞാനിവിടെ ടാൻസ്റ്റാക്ക് റൗട്ടർ എന്ന് പറഞ്ഞിട്ടൊരു വൈറ്റ് പ്രൊജക്ട് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ഒരു കമാൻഡ് കൊടുക്കുക. ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ച് ഇവരുടെ ഡോക്യുമെന്റേഷനിലേക്ക് വരാം. വന്നിട്ട് ക്വിക്ക് സ്റ്റാർട്ട് കൊടുക്കുക. ക്വിക്ക് സ്റ്റാർട്ടിൽ രണ്ട് മെത്തേഡ് ഇവർ പറയുന്നുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഇന്റഗ്രേഷൻ ഫോളോ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ മാനുവലി നമുക്ക് നമ്മുടെ പ്രൊജക്റ്റിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാം. സോ നമുക്കിന്ന് മാനുവൽ സെറ്റപ്പ് ഫോളോ ചെയ്യാം. ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തു ഈ ഒരു ടാൻസ്റ്റാക്ക് റൗട്ടറിനെ. രണ്ടാമത്തെ സ്റ്റെപ്പ് ഈ ഒരു റിയാക്ടിന്റെ പ്ലഗിൻസ്, അതായത് ഡെവലപ്മെന്റ് ടൂൾസ് രണ്ടെണ്ണം ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളതാണ്. ഒന്ന് ഇവരുടെ ഡെവലപ്മെന്റ് ടൂൾസ് ആണ്, നമുക്ക് ഡീബഗിങ്ങിനും അതുപോലെ തന്നെ റൗട്ട് ഇൻസ്പെക്ടിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന പ്ലഗിൻ ആണ്. അതുപോലെ രണ്ടാമത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റ്ലി ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലഗിൻ ആണ്. ഞാൻ ഇത് രണ്ട് ഡെവലപ്മെന്റ് ഡിപ്പെൻഡൻസീസ് ആണ്, രണ്ടും ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. ആ രണ്ട് ഡിപ്പെൻഡൻസീസും ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊന്ന് ക്ലോസ് ചെയ്യുവാണ്. തിരിച്ച് നമുക്ക് ഡോക്യുമെന്റേഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ അടുത്തത് വീട്ടിന്റെ കോൺഫിഗറേഷൻ ഫയൽ എഡിറ്റ് ചെയ്യാനാണ് കൊടുത്തേക്കുന്നത്. അതായത് ഈ ഒരു പോർഷൻ കണ്ടോ, ഇമ്പോർട്ട് ടാൻസ്റ്റാക്ക് റൗട്ടർ വൈറ്റ്. ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിന്റെ കോൺഫിഗറേഷൻ വീട്ടിലേക്ക് ഈ ഒരു ടാൻസ്റ്റാക്ക് റൗട്ടറിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ടൂളാണ്. അപ്പൊ ഞാൻ വെയിറ്റ് കോൺഫിഗറേഷൻ ഫയൽ സെർച്ച് ചെയ്യുക, ഈ ഒരു ഇത് ഇമ്പോർട്ട് ചെയ്യുക, ടാൻസ്റ്റാക്ക് റൗട്ടർ വൈറ്റ് എന്നുള്ളത് ചൂസ് ചെയ്യുക. നെക്സ്റ്റ് നമ്മുടെ പ്ലഗിൻസിൽ ഇവിടെ റിയാക്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന്റെ കൂടെ ഇവര് കൊടുത്തിരിക്കുന്നത് നോക്കിയിട്ടുണ്ടെങ്കിൽ പ്ലഗിൻസിൽ ഈ ഒരെണ്ണം നമ്മൾ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന ഇവരുടെ ഈ ഫംഗ്ഷനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വൈറ്റിലേക്ക് എക്സിസ്റ്റിംഗ് പ്രൊജക്റ്റിലേക്ക് ഒരു ടാൻസ്റ്റാക്ക് റൗട്ടിനെ ഇന്റഗ്രേറ്റ് ചെയ്തതാണ് വൈറ്റ് പ്രൊജക്റ്റിലേക്ക്. ഒപ്റ്റിമൈസേഷന് വേണ്ടിയിട്ട്, ഡൈനാമിക് റൗട്ട് സപ്പോർട്ട്സിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. ഇനി അഗെയിൻ നമുക്ക് അവരുടെ ഡോക്യുമെന്റേഷനിലേക്ക് തിരിച്ചു പോകാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ റൂട്ട് ലേഔട്ട് ക്രിയേറ്റ് ചെയ്യണം. എന്താ റൂട്ട് ലേഔട്ട് എന്ന് നിങ്ങൾക്ക് റിയാക്ട് റൗട്ടർ ഒക്കെ പഠിച്ചവർക്ക് അറിയാം.
അതായത് നമ്മുടെ ആപ്ലിക്കേഷന്റെ ഒരു ഓവറോൾ സ്ട്രക്ചറിനെ ഡിഫൈൻ ചെയ്യുന്നത് ഈ ഒരു റൂട്ട് ലേഔട്ടിലായിരിക്കും. ഇവിടെ ഇപ്പം നമ്മുടെ പ്രൊജക്റ്റിലെ എൻറ്റയർ റൂട്ട്സ്, അതുപോലെ തന്നെ എന്താ പറയുക ഷെയർഡ് കോമ്പോണൻസ്, അതായത് ഇപ്പോൾ സൈഡ് ബാർ, നാവിഗേഷൻ ബാർ, ഫൂട്ടർ, ഹെഡർ, ഇതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എൻറ്റയർ ആപ്ലിക്കേഷൻ സ്ട്രക്ചറിനെയാണ് ഈ ഒരു റൂട്ട് ലേഔട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഒരു കണ്ടെയ്നർ പോലെയാണ് നമ്മുടെ ചൈൽഡ് കോമ്പോണൻസിനെ എല്ലാം നമ്മൾ ഇതിലാണ് റെൻഡർ ചെയ്യുന്നത്. അത് നമ്മൾ ഓരോ ആക്റ്റീവ് റൗട്ട്, ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് മെനു ഉണ്ടെന്നുണ്ടെങ്കിൽ മെനു ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു ചൈൽഡ് കോമ്പോണന്റ് എടുത്ത് നമ്മൾ റെൻഡർ ചെയ്യണമല്ലോ. അപ്പൊ ഈ ഒരു റൂട്ട് ലേഔട്ടിലാണ് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇനി ഇതിന്റെ സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ ഇത് ഈ ഒരു സ്ട്രക്ചർ ആണ്. അപ്പൊ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു ഒരു ഫയൽ ബേസ്ഡ് റൗട്ടിംഗ് ആണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഈ ഒരു സ്ട്രക്ചർ ആണ് നമ്മുടെ സോഴ്സ് ഫോൾഡറിന്റെ അണ്ടറിൽ ഫസ്റ്റ് റൗട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. അതിന്റെ അകത്ത് ഇതൊരു റൂട്ട് ഫയൽ ഉണ്ടാവും. ഇത് ഒരു എൻട്രി പോയിന്റ് ആണ്. നമ്മളിപ്പോ Node.js ഒക്കെ പഠിക്കുമ്പോൾ പറയില്ലേ ഇതൊരു എൻട്രി പോയിന്റ് ആണ്, ഇവിടെ നിന്നിട്ടാണ് നമ്മൾ ബാക്കി റൗട്ട്സിലേക്ക് പോകുന്നതെന്ന്. അതുപോലെ തന്നെ നമ്മുടെ മെയിൻ റൗട്ട്, അതായത് റൗട്ട് ഫയൽ ഇതാണ് എൻട്രി പോയിന്റ് root.txs. പിന്നെ നമ്മുടെ കസ്റ്റം റൂട്ട് ഫയൽസ് ജനറേറ്റ് ചെയ്യാം. ഇവരിവിടെ ഇൻഡെക്സും എബൌട്ടും main.txs കൊടുത്തിട്ടുള്ളത്. അത് ഞാൻ എന്റെ കൂടെ ഒരു ലേസി കണ്ടില്ലേ, അത് ഞാൻ എത്തുമ്പോൾ പറയാം കേട്ടോ. തൽക്കാലം നമുക്ക് ഈ ഒരു ഫോൾഡർ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് അതിന്റെ അകത്ത് ഈ ഒരു ഈ ഒരു കണ്ടന്റിലെ root.txs ഫയലിന്റെ കണ്ടന്റ് കോപ്പി ചെയ്തിടാം. അപ്പൊ ഫസ്റ്റ് നമുക്ക് സോഴ്സ് ഫോൾഡറിലേക്ക് വരിക. സോഴ്സ് ഫോൾഡറിന്റെ അണ്ടറിൽ ഒരു റൗട്ട്സ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. അതിന്റെ അകത്ത് _ root.tx ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഇനി ഇതിനകത്ത് ഞാൻ ഈ പറഞ്ഞ കോപ്പി ചെയ്തിടുക. ഇനി ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മുടെ എല്ലാ റൗട്ട്സിന്റെ ഫയലിന്റെ ഏകദേശം ഒരു സ്ട്രക്ചർ ഇതായിരിക്കും. ഇതിനകത്ത് ഒരു ഫംഗ്ഷൻ മാത്രമേ മാറുന്നുള്ളൂ. ഫസ്റ്റ് ഫംഗ്ഷൻ ക്രിയേറ്റ് റൂട്ട് റൗട്ട് ആണ് അല്ലെ. ഈ ഒരു ഫംഗ്ഷൻ റൂട്ട് റൗട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ബാക്കിയുള്ള ഫംഗ്ഷൻസിന് വേണ്ടിയിട്ട്, ബാക്കിയുള്ള റൗട്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വേറെ ഫംഗ്ഷൻ, അത് നമുക്ക് എത്തുമ്പോൾ പറയാം. ഈ ഒരു ലേഔട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ബേസിക് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ ആണ് നമ്മുടെ എൻറ്റയർ ആപ്ലിക്കേഷനെ. പിന്നെയുള്ള രണ്ട് കോമ്പോണൻസ് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ലിങ്ക്സും ഔട്ട്ലെറ്റും. ഇത് റിയാക്ട് റൗട്ടറിലും പഠിച്ചവർക്ക് അറിയാം. ലിങ്ക് എന്ന് പറയുന്നത് നാവിഗേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കോമ്പോണന്റ് ആണ്. പിന്നെ ഔട്ട്ലെറ്റ് കോമ്പോണന്റും നിങ്ങൾ അറിയായിരിക്കും, അല്ലെങ്കിൽ ഞാൻ പറയാം. അപ്പോൾ ഇതിന്റെ സ്ട്രക്ചർ ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പറയാം. ഫസ്റ്റ് നമ്മൾ ഈ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന ക്രിയേറ്റ് റൂട്ട് റൗട്ട് കോമ്പോണന്റ് യൂസ് ചെയ്തിട്ട് ബേസ് റൗട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവരിവിടെ പറയുന്നുണ്ട് നമ്മൾ ഈ ഒരു റൗട്ട് എന്ന് പറഞ്ഞിട്ട് നെയിം കൊടുത്തിട്ടില്ലേ എന്റെ ഇൻസ്റ്റൻസിന്, അത് നെയിം തന്നെ ആയിരിക്കണം. .txs ഫയൽ ഷുഡ് ബി എക്സ്പോർട്ട് ചെയ്യണം. റൗട്ട് ഒബ്ജക്റ്റിന് നെയിം ഇവിടെ കൊടുത്തിരിക്കുന്ന റൗട്ട് തന്നെ ആയിരിക്കണം. അപ്പൊ നമ്മളിവിടെ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ റൗട്ട് ഒബ്ജക്റ്റിനെ. പിന്നെ ക്രിയേറ്റ് റൂട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ്. പിന്നെ ഇതിനകത്ത് ഒരു ഒബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒബ്ജക്റ്റില് കോമ്പോണന്റ് ആണ് കീ. വാല്യൂ ആയിട്ട് നിങ്ങൾക്ക് നമ്മുടെ റിയാക്ട് കോമ്പോണന്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ രണ്ട് വിധത്തിൽ ചെയ്യാം. ഒന്നെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ കോമ്പോണന്റ് നെയിം ഇവിടെ സ്പെസിഫൈ ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ ഡയറക്റ്റ് ആയിട്ട് കോമ്പോണന്റ് കൊടുക്കാം. ഇനി ഒരു കോമ്പോണന്റ് സ്ട്രക്ചറിലേക്ക് വരുമ്പോൾ ഇതിനെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് പോർഷൻ നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ നാവിഗേഷൻ ബാർ, നമ്മൾ നേരത്തെ പറഞ്ഞ ഷെയർഡ് കോമ്പോണൻസ്, അതായത് സൈഡ് ബാർ, നാവിഗേഷൻ ബാർ, കാര്യങ്ങളൊക്കെ ഇതിന്റെ അകത്ത് സെറ്റ് ചെയ്യാം. ഇനി രണ്ടാമത്തെ പോർഷൻ ഔട്ട്ലെറ്റ് ആണ്. കാണുന്നുണ്ടാവില്ലേ, രണ്ടാമത്തെ പോർഷൻ ഔട്ട്ലെറ്റ് ആണ്. ഈ ഔട്ട്ലെറ്റിലേക്കാണ് നമ്മുടെ ബാക്കിയുള്ള ചൈൽഡ് റൗട്ട്സ് എല്ലാം വന്ന് റെൻഡർ ആവുന്നത്. അതായത് ഇതൊരു ഡൈനാമിക് പ്ലേസ് ഹോൾഡർ ആണെന്ന് പറയാം. നമുക്ക് നമ്മുടെ ചൈൽഡ് കോമ്പോണൻസ് എല്ലാം ഈ ഒരു ഔട്ട്ലെറ്റ് കോമ്പോണൻസിന്റെ ഉള്ളിലാണ് റെൻഡർ ആവുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ മെനുന്ന് നാവിഗേഷനകത്ത് എബൌട്ടും കോണ്ടാക്ടേഴ്സും രണ്ട് മെനു ഉണ്ടെങ്കിൽ ഈ എബൌട്ടിന്റെ റൗട്ട് ആ ഒരു മെനു ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ എബൌട്ടിന്റെ കോമ്പോണന്റ് റെൻഡർ ചെയ്യുന്നത് ഈ ഒരു ഔട്ട്ലെറ്റ് കോമ്പോണന്റിന്റെ ഉള്ളിലായിരിക്കും. അപ്പൊ നമ്മുടെ എൻറ്റയർ റൗട്ട്സും ചൈൽഡ് റൗട്ട്സും എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യേണ്ടത്, അതിന്റെ സ്റ്റൈലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഔട്ട്ലെറ്റ് കോമ്പോണന്റിന്റെ ഉള്ളിൽ ഡിഫൈൻ ചെയ്യാം. അതായത് ഇപ്പൊ ഒരു ഡിവിഷനിൽ ഇത്ര വിഡ്ത്ത് ഇത്ര, പാഡിങ് എത്ര, ഹൈറ്റ് ഇത്ര, എല്ലാത്തിനും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കളറ് എന്തൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യണോ അത് ഈ ഔട്ട്ലെറ്റ് കോമ്പോണന്റിന് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതൊരു ഡൈനാമിക് പ്ലേസ് ഹോൾഡർ പോലെയാണ്. ഫൈനലി നമുക്ക് നമ്മുടെ പ്രൊജക്റ്റിലെ ഫൂട്ടേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ സെറ്റ് ചെയ്യാം. ഇവിടെ ഇപ്പൊ ടാൻസ്റ്റാക്കിന്റെ റൗട്ടർ ഡെവ് ടൂൾസ് ആണ്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെവലപ്മെന്റ് ടൂൾസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ. അതായത് ഇപ്പം റൗട്ട് ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡീബഗിങ്ങിന് വേണ്ടിയിട്ടൊക്കെയാണ് അത് യൂസ് ചെയ്യുന്നത്. അത് നമ്മുടെ ഇപ്പോൾ റിയാക്ട് ഡെവലപ്മെന്റ് ടൂൾസ് അല്ലേ, അതുപോലെ തന്നെ ടാൻസ്റ്റാക്ക് റൗട്ടറിൽ യൂസ് ചെയ്യുന്നതാണ്. അത് ഞാൻ റെൻഡർ ചെയ്ത് തരുമ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അവിടെ നമുക്ക് നമ്മുടെ നാവിഗേഷൻ ഹിസ്റ്ററി, റൗട്ടിംഗ് സ്റ്റേറ്റ്സ് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും കേട്ടോ. അപ്പൊ ഇതാണ് ഈ റൂട്ട് ലേഔട്ടിന്റെ ഓവറോൾ സ്ട്രക്ചർ. ഇതേ ലേഔട്ട് തന്നെയാണ് നമ്മളെ ചൈൽഡ് റൗട്ട്സിലും ഫോളോ ചെയ്യുന്നത്. ഈ ഒരു ഫംഗ്ഷൻ മാത്രമേ ഇതിൽ ചേഞ്ച് ആവും. നെക്സ്റ്റ് നമുക്ക് ഈ കസ്റ്റം ഫയൽസ് ജനറേറ്റ് ചെയ്യാം. അഗെയിൻ നമുക്ക് ഒരു ഡോക്യുമെന്റേഷനിലേക്ക് തിരിച്ചു വരാം. തിരിച്ചു വന്നിട്ട്
ഇപ്പൊ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവര് തന്നെ ഒരു ഇൻഡെക്സ് ഡോട്ട് ടി എക്സ് എസ് ഫയൽ അതുപോലെ തന്നെ എബൌട്ട് ഡോട്ട് ടി എക്സ് എസ് ഫയൽ പറയുന്നുണ്ട് അല്ലെ. ഇൻഡെക്സ് ഡോട്ട് ടി എക്സ് എസ് ഫയൽ എന്താണ്? അത് നമ്മുടെ ഹോം ഫയലാണ്. ഇനി ഇതിന്റെ കൂടെ ഫയൽ എക്സ്റ്റൻഷന്റെ കൂടെ നിങ്ങൾക്ക് ഒരു ലേസിയും കൂടെ കാണാം അല്ലെ. അതായത് ഫയൽ നെയിം ഡോട്ട് ലേസി ഡോട്ട് ടി എക്സ് എസ് എന്നാണ് ഫയൽ നെയിം കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് എന്താണ് ഈ ലേസി ലോഡിംഗ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടെക്നിക്ക് യൂസ് ചെയ്യുന്നത് നമ്മുടെ ആപ്പ് ലോഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഇനിഷ്യൽ ആപ്പ് ലോഡിംഗ് ടൈം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ബണ്ടിൽ സൈസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഈ ഒരു ആപ്ലിക്കേഷന്റെ. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ഫയൽ ഇതുപോലെ ലേസി ഫയലായിട്ട്, അതായത് ഒരു ലേസി റൗട്ടായിട്ട് ജനറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രമേ, അതായത് ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്ത്, അതിനെ കോൾ ചെയ്യുന്ന സമയത്ത് മാത്രമേ അതിനെ ഫെച്ച് ചെയ്ത് റെൻഡർ ചെയ്യുള്ളൂ ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പൊ ഒരു ലോഡിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ ഡൈനാമിക്കലി ആണ് നടക്കുന്നത്. അതായത് നമ്മൾ ഈ ഫയൽ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാം ഇൻഡെക്സ് ഡോട്ട് ലേസി ഡോട്ട് ടി എക്സ് എസ് ഫയലിൽ ഇവിടെ ഒരു ക്രിയേറ്റ് ലേസി ഫയൽ റൗട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു റൗട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ട്രാൻസ്ട്രാക്ട് റൗട്ടർ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എൻറ്റയർ കോമ്പോണന്റിനെ ഈ ഒരു ക്രിയേറ്റ് ലേസി ഫംഗ്ഷൻ വെച്ചിട്ട് റാപ്പ് ചെയ്യും. സോ ഇനിഷ്യൽ ബണ്ടിലിൽ ഇതിനെ ലോഡ് ചെയ്യുന്നതിന് പകരം എപ്പോഴാണോ യൂസർ ഈ റെസ്പെക്റ്റീവ് റൗട്ടിലേക്ക്, ഒരു ഇൻഡെക്സ് എന്ന റൗട്ടിലേക്ക് നാവിഗേറ്റ് ചെയ്യുന്നത്, ആ ടൈമിൽ മാത്രമേ എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, ഈ കോമ്പോണന്റിനെ ലോഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്യാം, സോ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ലോഡിംഗ് ടൈം, ബണ്ടിൽ സൈസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നിങ്ങൾക്ക് ഇത് ലേസി ലോഡിംഗ് ഇല്ലാതെയും, അതായത് എല്ലാ ഫയൽസിനും ഇങ്ങനെ ലേസി ഫയൽസ് ആയിട്ട് റൗട്ട്സും ലേസി റൗട്ട്സ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഈ റൗട്ട്സിന്റെ അണ്ടറിൽ ഒരു റൗട്ടും കൂടെ ക്രിയേറ്റ് ചെയ്യാം. ഒരു ഇൻഡെക്സ് ഡോട്ട് ലേസി ഡോട്ട് ടി എക്സ് എസ് ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഈ ഫയലിന്റെ അകത്ത് ഞാൻ പോയിട്ട് ഈ ഒരു ലേസിന്റെ കണ്ടന്റ് ഒന്ന് കോപ്പി ചെയ്തിടുവാണ് കേട്ടോ. ഈ ഫയലിന്റെ കണ്ടന്റ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നേരത്തെ നമ്മൾ റൂട്ടിൽ കണ്ട സെയിം സ്ട്രക്ചർ തന്നെയാണ്, ഫംഗ്ഷൻ മാത്രമേ മാറുന്നുള്ളൂ. ആ ഫംഗ്ഷന്റെ അകത്ത് നമ്മൾ റൗട്ട് കൊടുക്കണം. റൗട്ടിൽ, അതായത് ഇപ്പം ഇൻഡെക്സ് ആയതുകൊണ്ട് നമ്മുടെ ഹോം റൗട്ട് ആണല്ലോ, സോ സ്ലാഷ് മാത്രമേ സെറ്റ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോമ്പോണന്റിൽ ഒന്നെങ്കിൽ നമുക്ക് കോമ്പോണന്റ് ഫംഗ്ഷൻ സെപ്പറേറ്റ് ഫംഗ്ഷണൽ കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ ഡയറക്റ്റ് ഇതിൻ്റെ അകത്ത് കൊടുക്കാന്ന്. ഇനി ഞാൻ ഇതിനകത്ത് ഒരു ജെ എക്സ്പോഷൻ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ഡിവിഷൻ്റെ അകത്ത് ഒരു ഹെഡ് ടാഗ് സെറ്റ് ചെയ്തിട്ടുണ്ട്, വെൽക്കം ഹോം എന്ന് പറഞ്ഞ്. അത് നമുക്ക് അങ്ങനെ തന്നെ വെക്കാം. ഇനി ഞങ്ങൾക്ക് വേറൊരു കാര്യം കൂടെ കാണിച്ചു തരാം. നമ്മുടെ ടെർമിനലിൽ വന്നിട്ട് ഞാൻ ഈ പ്രൊജക്ട് ഒന്ന് റൺ ചെയ്യുവാണ്. npm run എന്റർ അടിച്ചാല് ഇവിടെ കണ്ടോ, ജനറേറ്റിംഗ് റൗട്ട്സ്, അപ്ഡേറ്റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു പാത്തും ഒരു ഫയൽ നെയിം റൗട്ട്രി ഡോട്ട് ജെൻ ഡോട്ട് ടി എസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫയൽ നെയിമും കൊടുത്തിട്ടുണ്ട്. ഈ ഫയൽ നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കി. ഞാൻ ഇതൊന്ന് ക്ലോസ് ചെയ്തിട്ട് ഇപ്പൊ നമ്മൾ സോഴ്സ് ഫോൾഡറിന്റെ അണ്ടറിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു റൗട്ട്രി ഫയൽ കാണാൻ പറ്റും. ഈ ഫയൽ എന്താന്ന് വെച്ചാൽ ഇത് ട്രാൻസ്ട്രാക്ട് റൗട്ടർ ഓട്ടോമാറ്റിക്കലായിട്ട് ജനറേറ്റ് ചെയ്യുന്ന ഫയലാണ്. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ട്രാൻസ്ട്രാക്ക് ഒരു ടൈപ്പ് സ്ക്രിപ്റ്റിന്റെ മേലെയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. സ്ട്രോങ് ആയിട്ടുള്ള ടൈപ്പ് സ്ക്രിപ്റ്റ് സപ്പോർട്ടാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഇവിടെ നമ്മുടെ എൻറ്റയർ ആപ്ലിക്കേഷന്റെ കംപ്ലീറ്റ് റൗട്ടും ഈ ഒരു ഫയലിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും, ഇൻക്ലൂഡിങ് അതിന്റെ ടൈപ്പും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, റെഫറൻസിന് വേണ്ടിയിട്ട് വേറെ എവിടെയും പോവണ്ട. ഇതൊരു എൻറ്റയർ ആപ്ലിക്കേഷൻ ഒരു സെൻട്രൽ പ്ലേസിൽ നമ്മുടെ ആപ്ലിക്കേഷന്റെ റൗട്ട്സിനെ ക്രിയേറ്റ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ ഫയൽ അപ്ഡേറ്റ് ചെയ്യോ എഡിറ്റ് ചെയ്യേണ്ടതെന്ന് ആവശ്യമില്ല. ഇതൊരു ഓട്ടോ ജനറേറ്റഡ് ആയിട്ടുള്ള ഫയലാണ്. ഓരോ പ്രാവശ്യം നമ്മുടെ റൗട്ട്സിൽ എന്തെങ്കിലും ഒരു അപ്ഡേഷൻ വരുമ്പോൾ ഈ ഒരു ഫയൽ റീജനറേറ്റ് ചെയ്തോളൂ. അപ്പോൾ രണ്ട് കേസാണ് ഇത് സെർവ് ചെയ്യുന്നത്. ഒന്ന് സ്ട്രോങ്ലി ടൈപ്ഡ് ആയിട്ടുള്ള റൗട്ട്സ് ആയിരിക്കും. രണ്ടാമത്തെ കേസിൽ നമ്മുടെ റൗട്ട് ഡെഫിനേഷൻസ് എല്ലാം പ്ലേസ് ചെയ്യുന്നത് ഒരു സെൻട്രൽ പ്ലേസിലായിരിക്കും. അത് നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാം. നമ്മുടെ ഇൻഡെക്സിന്റെ ഇവിടെ ഇപ്പൊ നമ്മൾ ഒരു റൗട്ടേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ, നമ്മുടെ ബേസ് റൂട്ട് റൗട്ട് അല്ലാതെ. അത് ഇൻഡെക്സ് റൗട്ട് ആയതുകൊണ്ട് അതേ ഉള്ളൂ. ഇനി ഞാൻ ഇവിടെ വന്നിട്ട് ഒരു റൗട്ടും കൂടെ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. എന്റെ എബൌട്ട് ഡോട്ട് അത് നമുക്ക് നോർമൽ റൗട്ട് ഫയൽ ആയിട്ട് ജനറേറ്റ് ചെയ്യാം. എന്റർ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വേറൊരു കാര്യം കൂടെ നിങ്ങൾക്ക് കാണാം. ഞാൻ എന്റർ അടിച്ച ഉടനെ എന്റെ കോഡ് ബോയിലർ പ്ലേറ്റ് കോഡ് ഓട്ടോമാറ്റിക് ആയിട്ട് ജനറേറ്റ് ചെയ്ത് വന്നു. അതായത് ഞാൻ ഇവിടെ ഒരു കോഡും കോപ്പി പേസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല. ഇത് നമ്മൾ ഫോളോ ചെയ്യുന്നത് ഫയൽ ബേസ്ഡ് റൗട്ടിങ് ആയതുകൊണ്ട് ഫയലിനെ ബേസ് ചെയ്തിട്ട് ഇവിടെ ഫയലിന്റെ കണ്ടന്റും ഫയൽ റൗട്ടും സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഇതിന്റെ നിങ്ങളുടെ കോമ്പോണന്റിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അത് മാത്രം. അപ്പൊ ഞാൻ എബൌട്ട് പേജ് എന്ന് പറഞ്ഞിട്ട് ഈ പേജിന്റെ കണ്ടന്റ് ഒന്ന് ചേഞ്ച് ചെയ്യുവാണ്.
ഇപ്പൊ 2-3 കേസ് ഒന്ന് ബോയിലർ പ്ലേറ്റ് കോഡ് ഓട്ടോമാറ്റിക് ജനറേറ്റ് ചെയ്യും. അതാണ് ടാൻസ്റ്റാക്ക് റൗട്ടറിന്റെ ഒരു ബെനിഫിറ്റ്. ഇതുപോലെ ജനറേറ്റ് ചെയ്യും. ഈ ഒരു റൗട്ടറി ഫയൽ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത് നമ്മൾ വന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ജനറേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഇൻഡെക്സിന്റെ കൂടെ ഈ എബൌട്ടിൻ്റെതും ഈ ഒരു അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അതിന്റെ ടൈപ്പ് കാര്യങ്ങളൊക്കെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഒന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻ കേസ് ഈ ഫയൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ടൈപ്പ് സ്ക്രിപ്റ്റിന്റെ എറർ കാണിച്ചു തരും. അതായത് ഞാൻ ഈ ഫയൽ ഒന്ന് കണ്ടന്റ് ഡിലീറ്റ് ചെയ്തിട്ട് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് സ്ക്രിപ്റ്റ് ആർഗ്യുമെന്റ് ഓഫ് ടൈപ്പ് അബൌട്ട് ഈസ് അസൈനബിൾ ടു പാരാമീറ്റർ ഓഫ് നെവർ എന്ന് പറഞ്ഞിട്ട് കാണുന്നില്ലേ? തിരിച്ച് നമുക്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടൈപ്പ് സ്ക്രിപ്റ്റിനെ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യുന്നതെല്ലാം ഈ ഒരു ഓട്ടോ ജനറേറ്റ് ഫയലാണ്. ഇനി നമുക്ക് മൂന്നാമതായിട്ട് നമുക്ക് അഗെയിൻ ഇവരുടെ ഡോക്യുമെന്റേഷനിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ ഡോട്ട് ഇപ്പോ ഈ ഒരു ഞാൻ ഈ പറഞ്ഞ റൗട്ടറിന്റെ കംപ്ലീറ്റ് ഡെഫിനിഷൻസ് ഇവരിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മെയിൻ ഡോട്ട് ടി എക്സ് എസിന്റെ ഫയലല്ലേ, അതൊന്ന് എഡിറ്റ് ചെയ്യണം. ഫസ്റ്റ് ഞാൻ ഇതൊന്ന് കോപ്പി ചെയ്ത് എഡിറ്റ് ചെയ്തിട്ട് പറഞ്ഞുതരാം. എന്റെ മെയിൻ ഡോട്ട് ടി എക്സ് എസിൽ ഇപ്പോൾ ഉള്ള കണ്ടന്റ് ഇതാണ്. ഇത് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് കോപ്പി ചെയ്ത കണ്ടന്റ് ഒന്ന് പേസ്റ്റ് ചെയ്തു. ഇനി ഫസ്റ്റ് ഇവര് 2 കോമ്പോണൻസ് ഈ ഒരു റിയാക്ട് റൗട്ടറിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റിമൈനിങ് മെയിൻ ഡോട്ട് ടി എക്സ് എസിന്റെ സെയിം കോഡാണ്. ഒന്ന് റിയാക്ട് പ്രൊവൈഡറും രണ്ടാമത്തത് ക്രിയേറ്റ് റൗട്ടറും. ഇനി ഇവർ ചെയ്തിരിക്കുന്നത് നമ്മുടെ റൂട്ട് ട്രീയിലെ അതിനൊന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ റൗട്ടർ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ റൂട്ട് ട്രീ പാസ് ചെയ്ത് കൊടുത്തു. ഇതിനകത്ത് റൂട്ട് ട്രീയിൽ കംപ്ലീറ്റ് റൂട്ട് ഡെഫിനിഷൻസ് ഉണ്ടല്ലോ. സോ റൂട്ടർ നമ്മുടെ ആപ്ലിക്കേഷനിൽ എന്റെ റൂട്ടിന്റെ ഒരു റൂട്ട് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തു. ടൈപ്പ് ഡെഫിനിഷൻസ് സെറ്റ് ചെയ്തു. ഒരു സ്റ്റാറ്റിക് ടൈപ്പ് ചെക്കിങ്ങിന് വേണ്ടിയിട്ടുള്ളത്. ഫൈനലി നമ്മുടെ എൻ്റെ ആപ്പിനെ ഒരു റൂട്ടർ പ്രൊവൈഡർ യൂസ് ചെയ്ത് റാപ്പ് ചെയ്തു. ഈ ഒരു റൂട്ടർ പ്രോപ്പർ ആയിട്ട് പാസ് ചെയ്ത് കൊടുത്തു. സോ ഓട്ടോമാറ്റിക് ആയിട്ട് ടാൻസ്റ്റാക്ക് റൗട്ടിന്റെ എല്ലാ ഫംഗ്ഷനാലിറ്റിയും റൗട്ടിംഗ് ഫംഗ്ഷനാലിറ്റിയും നമ്മുടെ പ്രൊജക്റ്റിൽ വന്നോളും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ബേസിക് ആയിട്ട് ചെയ്യേണ്ടത്. കസ്റ്റം റൗട്ട്സ് ജനറേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഈ ഒരു ഫയല് റൗട്ടറി ഫയല് ജനറേറ്റ് ചെയ്യുക. നിങ്ങളിപ്പോ വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ npm റൺ നമ്മുടെ കമാൻഡ് അടിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ജനറേറ്റ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ടാൻസ്റ്റാക്കിന് തന്നെ കമാൻഡ്സ് ഉണ്ട് ഈ ഫയൽ ജനറേറ്റ് ചെയ്യാൻ. പിന്നെ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന എല്ലാ ഫയൽസിന്റെയും ബോയിലർ പ്ലേറ്റ് കോഡ് ഫയൽ നെയിം കൊടുക്കുന്ന ഉടനെ ജനറേറ്റ് ചെയ്ത് വന്നോളും. നിങ്ങൾ അതിന്റെ കോമ്പോണന്റിന്റെ കണ്ടന്റ് നിങ്ങൾക്ക് ആവശ്യമുള്ള പോലെ എഡിറ്റ് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മെയിൻ ഡോട്ട് ടി എക്സ് എസിൽ ഒറ്റ പ്രാവശ്യം ചേഞ്ച് ഉള്ളൂ. ഈ റിയാക്ട് പ്രൊവൈഡർ കോമ്പോണന്റിനെയും ക്രിയേറ്റ് റൗട്ടറിനെയും ഇമ്പോർട്ട് ചെയ്ത് റൗട്ടർ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുക, ടൈപ്പ് ഡെഫിനിഷൻസ് സെറ്റ് ചെയ്ത് കൊടുക്കുക, നമ്മുടെ കോമ്പോണന്റിനെ റൂട്ട് പ്രൊവൈഡർ യൂസ് ചെയ്തിട്ട് റാപ്പ് ചെയ്യുക. ഇത്രയും സ്റ്റെപ്സ് ആണ് ഇതിലുള്ളത്. ഇനി നമുക്ക് ബ്രൗസറിൽ പോയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോറി, നമുക്ക് ഒന്ന് റൺ ചെയ്യാം കേട്ടോ. നമ്മൾ മെയിൻ ഡോട്ട് ടി എക്സ് എസ് ഇപ്പോഴല്ലേ എഡിറ്റ് ചെയ്തത്. ഒന്നും കൂടെ റൺ ചെയ്യാം. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഹോമും എബൌട്ടും നമ്മൾ 2 ലിങ്ക്സ് സെറ്റ് ചെയ്തിട്ടില്ലേ, നമ്മൾ ആ കോഡ് കോപ്പി ചെയ്തിട്ടപ്പം 2 ലിങ്കുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഓട്ടോമാറ്റിക് ആയിട്ട് അവരുടെ കോഡിൽ തന്നെ. അതായത് ക്ലോസ് ചെയ്തിട്ട് റൂട്ട് റൗട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ 2 ലിങ്ക്സ് ഉണ്ട്. ഇവിടെ 2 പാരാമീറ്റേഴ്സിൽ നമ്മൾ ഒരു പുതിയ ലിങ്ക് ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഇവിടെ 2ന്റെ അകത്ത് നമ്മുടെ ആ റൗട്ട് പാത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുക ചെയ്യേണ്ടത്. പിന്നെ ഇത് CSS ക്ലാസ് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ്. അതൊക്കെ അവരുടെ ഫയലിൽ നമ്മൾ കോപ്പി ചെയ്തതാണ്. പിന്നെ ഔട്ട്ലെറ്റ് കോമ്പോണന്റിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഇപ്പം ആക്റ്റീവ് ആയിരിക്കുന്നത് ഈ ഹോം കോമ്പോണന്റ്, നമ്മുടെ ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ റൗട്ട് അല്ലെ. സോ വെൽക്കം ഹോം വന്നു. പിന്നെ നമ്മൾ എബൌട്ട് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ അവിടെ എബൌട്ട്, അതാണ് ഞാൻ പറഞ്ഞത്, അതൊരു ഡൈനാമിക് പ്ലേസ് ഹോൾഡർ ആണെന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫൂട്ടർ പോർഷനിൽ ഈ ടാൻസ്റ്റാക്ക് റൗട്ടർ എന്ന് പറഞ്ഞ ഡെവലപ്മെന്റ് ആ ഒരു നമ്മൾ ഡെവ് ഡിപ്പെൻഡൻസീസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, അതാണ്. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എൻഡിൽ പറഞ്ഞുതരാം ഇതെന്തിനാ യൂസ് ചെയ്യുന്നതെന്ന്. ഒന്നുമില്ല, നമ്മുടെ റിയാക്ട് ഡെവലപ്മെന്റ് ടൂൾ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഡീബഗിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. നെക്സ്റ്റ് നമുക്ക് ടാൻസ്റ്റാക്ക് റൗട്ടർ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഡൈനാമിക് റൗട്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഡൈനാമിക് റൗട്ട്സ് നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ URL 2 ടൈപ്പ് URL ഉണ്ടാവും, സ്റ്റാറ്റിക് URLും അതുപോലെ തന്നെ ഡൈനാമിക് URLും. ഇവിടെ URL കുറച്ച് സെഗ്മെന്റ്സ് ഡൈനാമിക് സെഗ്മെന്റ്സ് ആയിരിക്കും. അതായത് അതിപ്പോ എന്തെങ്കിലും ഒരു യൂസർ ആക്ഷനെ ബേസ് ചെയ്തിട്ടോ, ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ നമുക്കിപ്പോ ഒരു ടേബിളിൽ നമ്മുടെ സിസ്റ്റത്തിലെ നമ്മുടെ ആപ്ലിക്കേഷനിലെ എല്ലാ യൂസേഴ്സിന്റെയും നെയിം ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഒരു സ്പെസിഫിക് യൂസറിന്റെ നെയിം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പുതിയൊരു പേജിലേക്ക് നാവിഗേറ്റ് ചെയ്ത് പോകും. അവിടെ യൂസറിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഡാറ്റാബേസിൽ നിന്ന് ഫെച്ച് ചെയ്തിട്ട് വന്നിട്ട് ഉണ്ടെന്ന് വിചാരിച്ചു.
അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ കേസ്, അതായത് യൂസറിന്റെ മേലെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഏത് യൂസറിനെയാണോ ക്ലിക്ക് ചെയ്തത് ആ യൂസറിന്റെ ID അവിടെ ഒരു ഡൈനാമിക് ആണല്ലേ, ഏത് യൂസറിനെയാ അവിടെ ഡീറ്റെയിൽസ് ആണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് എന്നുള്ളത് യൂസർ ആക്ഷനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ ഒരു യൂസർ ID ഇന്ന് സ്പെസിഫൈ ചെയ്യുന്ന ഒരു പോർഷൻ ഈ ഒരു URL ഡൈനാമിക് ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു ഡൈനാമിക് ഡാറ്റ പോയി എങ്ങനെയാണ് ഒരു കോമ്പോണന്റിനെ ഡിസ്പ്ലേ ചെയ്യുന്നത്, ഒരു റൗട്ട് ഡിസ്പ്ലേ റെൻഡർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു യൂസർ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുവാണ്. user.txs എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യും. സോറി, ഫോൾഡറിൽ എക്സ്റ്റൻഷൻ കൊടുത്തല്ലേ, ഫയലായിട്ട് ക്രിയേറ്റ് ചെയ്തു ഡിലീറ്റ് ചെയ്തിട്ട് ഒരു യൂസർ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തതാണ്. ഇതിന്റെ അകത്ത് നമുക്കൊരു സ്റ്റാറ്റിക് ഫയൽ വേണം, യൂസർ, അതായത് ഒരു സ്റ്റാറ്റിക് റൗട്ടാണ് നമുക്ക് യൂസേഴ്സിനെ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇനി ഒരു ഡൈനാമിക് റൗട്ടാണ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ $സിമ്പലിൽ സ്റ്റാർട്ട് ചെയ്യണം. ഡോളർ എന്താണോ ഡൈനാമിക് ആയിട്ട് ഇവിടെ വരുന്ന പാരാമീറ്റർ, URL ഏതാണോ ഡൈനാമിക് സെഗ്മെന്റ് അത് ഇവിടെ സെറ്റ് ചെയ്യുക. അപ്പൊ ഞാൻ ഇവിടെ യൂസർ ID എന്നാണ് കൊടുക്കുന്നത്. ഡോട്ട് നോർമലി ഫയൽ നെയിം കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് കാണാം ആദ്യത്തെ ഫയൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇതിപ്പോ നമ്മൾ ലേസി ലോഡിംഗ് യൂസ് ചെയ്യാത്തത് കൊണ്ട് ക്രിയേറ്റ് ഫയൽ റൂട്ട് വന്നു, യൂസർ എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ വന്നു. അതായത് യൂസർ ഫോൾഡറിന്റെ അകത്ത് യൂസർ എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പോണന്റ്, അതാണ് അതിന്റെ റൗട്ട്. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ പിന്നെ ബോയിലർ പ്ലേറ്റ് കോഡ് ഓട്ടോ ജനറേറ്റ് ചെയ്യുന്നത് കൊണ്ട് യൂസറും അതിന്റെ ഡൈനാമിക് സെഗ്മെന്റ് ആണ് നെക്സ്റ്റ് പോർഷൻ, അതുകൊണ്ട് $യൂസർ ID വന്നു. ഇനി നമുക്കൊരു റൗട്ടിൽ പോയിട്ട് ഇതൊന്ന് കോപ്പി ചെയ്തിട്ട് പുതിയൊരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ലിങ്ക് നെയിം യൂസർ എന്നാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ /user/user ഓട്ടോമാറ്റിക് ആയിട്ട് വന്നോളൂ. ഇന്റർഫേസിൽ പോയി ചെക്ക് ചെയ്താൽ യൂസർ വന്നിട്ടുണ്ട്. ഇനി ഞാനൊരു യൂസർ കോമ്പോണന്റിൽ വന്നിട്ട് എന്റെ കയ്യിലുള്ള ഒരു സ്റ്റാറ്റിക് അറേ എടുത്തിട്ട്, അത് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നില്ല, ഇവിടെ ഒരു യൂസേഴ്സിന്റെ അറേയാണ്, അറേ ഓഫ് ഒബ്ജക്ട്സ് ആണ്. ഓരോ ഒബ്ജക്റ്റിലും യൂസറിന്റെ നെയിം, ID, ഇമെയിൽ ID ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. ഇനി ഞാൻ യൂസർ അറേയിൽ കൂടെ മാപ്പ് ചെയ്തിട്ട് ഓരോ യൂസറിനും ഓരോ സെപ്പറേറ്റ് ലിങ്ക് ക്രിയേറ്റ് ചെയ്യുവാണ് കേട്ടോ. ഡിലീറ്റ് ചെയ്തിട്ട് ഒരു H1 ടാഗ് ക്രിയേറ്റ് ചെയ്തിട്ട് യൂസർ ലിസ്റ്റ് എന്ന് കൊടുക്കുക. പിന്നെ ഒരു UL ടാഗ് ക്രിയേറ്റ് ചെയ്യാം. ഇതിൽ നിന്നിട്ട് യൂസേഴ്സ് ഡോട്ട് മാപ്പ് ഓഫ് യൂസർ ഡീറ്റെയിൽ ആയിരിക്കും അവിടെ ഇൻപുട്ട് ആയിട്ട് വരുന്നത്. ഇവിടെ അഗൈൻ ഒരു ലിങ്ക് കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യും. യൂസർ നെയിം നമുക്ക് ക്യാപ്ഷൻ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ലിങ്ക് പാരാമീറ്ററിന് 2 പ്രോപ്പർട്ടീസ്, അതായത് ഫസ്റ്റ് നമ്മൾ നോർമലി സെറ്റ് ചെയ്യുന്ന 2 കൊടുക്കണം അല്ലെ. ഇവിടെ 2 എന്തായിരിക്കും, എനിക്ക് /user ID പോകേണ്ടത്. അടുത്തത് നമ്മൾ പാരാമീറ്റേഴ്സ് ആണ് പാസ് ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് നമുക്ക് എന്ത് ഡാറ്റയാണോ ഇവിടുന്ന് പാസ് ചെയ്യേണ്ടത്. ഇപ്പൊ യൂസറിന്റെ ലിസ്റ്റ് ആയതുകൊണ്ട് യൂസർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂസർ ID വേണമല്ലേ പാസ് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാൻ ഈ യൂസർ ID പാസ് ചെയ്ത് കൊടുക്കുകയാണ്. user.id പാസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇന്റർഫേസിൽ വന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്. യൂസേഴ്സിനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് എല്ലാ യൂസേഴ്സിനെയും, സോറി ഞാനിവിടെ LI ടാഗ് ക്രിയേറ്റ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു, അതാണ് എല്ലാം കൂടെ ഒരു സിംഗിൾ ലൈനിൽ വന്നത്. യൂസേഴ്സിന്റെ ലിസ്റ്റ് വരും. ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു user/user ID പോകും. ഇനി നമുക്ക് നമ്മുടെ യൂസർ ID, അതായത് ഡൈനാമിക് ആയിട്ടുള്ള ഒരു റൗട്ടിൽ വന്നിട്ട് ഇവിടെ ഈ പാരാമീറ്ററിനെ റീഡ് ചെയ്യണം അല്ലെ. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് 2-3 കാര്യങ്ങളോട് പഠിക്കാനുണ്ട്. ഒന്നാമത്തത് ലോഡർ ഫംഗ്ഷൻ ആണ്. ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അസിൻക്രണസ് ഫംഗ്ഷൻ ആണ്. അത് നമുക്ക് ഈ കോമ്പോണന്റ് ഇല്ലേ അത് കഴിഞ്ഞിട്ട് ഡിഫൈൻ ചെയ്യാം. ഇവിടെ നമുക്കൊരു അസിൻക്രണസ് ഫംഗ്ഷനെ ക്രിയേറ്റ് ചെയ്യാം, നോർമൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫംഗ്ഷനെ തന്നെ. അപ്പൊ ഇതിന്റെ പ്രത്യേകത, നമുക്ക് ഇവിടുന്ന് വരുന്ന ഇതിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു കോമ്പോണന്റിലേക്ക് പാസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സിനെ ഇതിന്റെ ഒബ്ജക്റ്റ് ആയിട്ട്, മീൻസ് പാരാമീറ്റേഴ്സിനെ ഇവിടെ റിസീവ് ചെയ്യാം. പിന്നെ ഈ ഫംഗ്ഷന്റെ പ്രത്യേകത, ഈ ഒരു ഫംഗ്ഷൻ നമ്മുടെ കോമ്പോണന്റ് റെൻഡർ ചെയ്യുന്നതിന് മുന്നേ എക്സിക്യൂട്ട് ആവും. അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഈ കോമ്പോണന്റ് റെൻഡർ ചെയ്യുന്നതിന് മുന്നേ എന്തെങ്കിലും ഒരു ഡാറ്റ ഫെച്ചിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇനീഷ്യൽ സെറ്റപ്പ് ടാസ്ക് ഒക്കെ പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ എഴുതി കൊടുത്താൽ മതി. ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിലേ കോമ്പോണന്റിന്റെ റെൻഡറിങ് നടക്കുള്ളൂ. അപ്പൊ നമ്മുടെ കേസിൽ എന്താ ചെയ്യേണ്ടത്, ഇവിടെ നിന്നിട്ട് നമുക്ക് ഈ കോമ്പോണന്റിന് ഈ പാരാമീറ്റേഴ്സിന് എന്തൊക്കെയാണോ ആവശ്യമുള്ളത് അത് ഇവിടെ നിന്ന് റിട്ടേൺ ചെയ്യണം. അതായത് റിട്ടേൺ സ്റ്റേറ്റ്മെന്റിനുള്ളിൽ യൂസർ ID ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ് റിട്ടേൺ ചെയ്യുന്നത്. ഈ പാരംസിന്റെ അകത്തുനിന്ന് ഈ യൂസർ IDനെ ആക്സസ് ചെയ്ത് റിട്ടേൺ ചെയ്യാം.
ഇനി ഇത് റിട്ടേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കോമ്പോണന്റ് ഇതിൽ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസർ ലോഡർ ഡാറ്റ എന്ന് പറഞ്ഞിട്ടൊരു ഹുക്ക് ഉണ്ട്, ബിൽറ്റ് ഇൻ ഹുക്ക് ആണ്. അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ആക്സസ് ചെയ്യുന്നത്. അപ്പൊ അത് ഈ റൗട്ട് ഒബ്ജക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് കേട്ടോ. സോ ഞാൻ ഈ യൂസർ ഐ ഡിനെ ഒന്ന് ഡീസ്ട്രക്ചറിങ് ചെയ്തെടുക്കുകയാണ്. യൂസർ ഐ ഡി ഈക്വൽ ടു റൂട്ട് ഒബ്ജക്റ്റ് യൂസർ ലോഡർ ഡാറ്റ. ഇപ്പൊ യൂസ് ലോഡർ ഡാറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഹുക്ക് ഈ റൂട്ട് ഒബ്ജക്റ്റ് റിട്ടേൺ ചെയ്യുന്ന എല്ലാ, ഇപ്പൊ മൾട്ടിപ്പിൾ പാരാമീറ്റേഴ്സ് റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാത്തിനെയും നമുക്ക് ഇവിടുന്ന് ഡീസ്ട്രക്ചറിങ് ചെയ്തെടുക്കാം. എന്നിട്ട് ഞാൻ ഹലോ എന്ന് പറഞ്ഞിട്ട് യൂസർ ഐ ഡി, നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ യൂസറിന്റെ ഡീറ്റെയിൽസ് ഇവിടുന്ന് പാസ് ചെയ്യാം കേട്ടോ. ഞാൻ യൂസർ ഐ ഡി മാത്രം എടുത്ത് കാണിച്ചു കൊടുക്കും. നമുക്ക് ബ്രൗസറിൽ വന്നിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ യൂസർ ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് യൂസർ ആകുമ്പോൾ ഹലോ 1 ഫസ്റ്റ് യൂസറിന്റെ ഐ ഡി വന്നു, സെക്കൻഡ് യൂസറിന്റെ ഐ ഡി, അതുപോലെ തന്നെ ഫൈനൽ യൂസറിന്റെ ഐ ഡി. പ്രോപ്പർ ആയിട്ട് നമ്മൾ ഡൈനാമിക് റൗട്ട് പാരാമീറ്റേഴ്സ് പാസ് ചെയ്യും, ഇവിടെ റിസീവ് ചെയ്യും ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ നോക്കിയത് ലോഡർ അസിൻക്രണസ് ഫംഗ്ഷൻ ആയിരുന്നു അല്ലേ? അത് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? അതായത് ഈ ഒരു കോമ്പോണന്റ് റെൻഡറിങ് ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെ നിങ്ങൾക്ക് ഇനിഷ്യൽ സെറ്റപ്പ് ടാസ്ക് ചെയ്യണോ അതെല്ലാം ഇവിടെ ചെയ്യാം. ഇത് കൂടാതെ രണ്ട് കോമ്പോണന്റും കൂടി ഉണ്ട്, പെൻഡിങ് കോമ്പോണന്റും എറർ കോമ്പോണന്റും. ഈ രണ്ട് കോമ്പോണന്റും ഫോൾ ബാക്ക് കോമ്പോണന്റ് ആണ്. അതായത് അതിന്റെ പേര് പറയുന്ന പോലെ തന്നെ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു പെൻഡിങ് എന്ന് പറഞ്ഞിട്ട് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ഡാറ്റാബേസിലൊക്കെ ഫെച്ചിങ് ആണെങ്കിൽ കുറച്ച് ടൈം എടുക്കുമല്ലോ ഈ പേജ് ലോഡ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും സെറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇൻ കേസ് ഈ ഫെച്ചിങ്ങിൽ എന്തെങ്കിലും എറർ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ സെറ്റ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഫസ്റ്റ് പെൻഡിങ് കോമ്പോണന്റ് കോൾ ചെയ്യാം. അഗെയിൻ കോൾ ബാക്ക് ഫംഗ്ഷൻ ഞാനൊരു div ക്രിയേറ്റ് ചെയ്തിട്ട് ലോഡിംഗ് എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതേപോലെ തന്നെ കോമ ഇട്ടിട്ട് എറർ കോമ്പോണന്റും സെറ്റ് ചെയ്യാം. ഇൻ കേസ് എന്തെങ്കിലും ഒരു എറർ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള എറർ മെസ്സേജസ് ഒക്കെ വെച്ച് ഹാൻഡിൽ ചെയ്യാം കേട്ടോ ഈ ഒരു ഫംഗ്ഷനെ. ഇവിടെ വന്നിട്ട് അഗൈൻ ക്ലിക്ക് ചെയ്ത് യൂസറിനെ ക്ലിക്ക് ചെയ്യുക, റിഫ്രഷ് ചെയ്യുക, ലോഡിംഗ് സിമ്പിൾ കണ്ടോ? ഫസ്റ്റ് നമ്മൾ ലോഡിംഗ് വന്നു, അതാണ് ആ പെൻഡിങ് കോമ്പോണന്റ്. അതായത് നമ്മൾ നോർമൽ ആയിട്ട് റിയാക്ടിൽ ചെയ്യുന്നില്ലേ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പെൻഡിങ് എറർ എന്നൊക്കെ പറഞ്ഞ ഫോം മാനേജ്മെന്റിൽ ചെയ്യുന്നില്ലേ അതുപോലെ തന്നെ അവിടെ ഒരു പെൻഡിങ് ലോഡിംഗ് സ്റ്റാറ്റസ്, അതുപോലെ തന്നെ എറർ, പിന്നെ നമുക്ക് പെർഫോം ചെയ്യേണ്ട അസിൻക്രണസ് ടാസ്കുകൾ. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഡാറ്റാബേസ് ഫെച്ചിങ് ഒക്കെ ആകുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ഡിലേ വരും. ഈ പെൻഡിങ് കോമ്പോണന്റ്, ഈ ഒരു ഫോൾ ബാക്ക് കോമ്പോണന്റ് നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ഡെവലപ്മെന്റ് ടൂളും അതുപോലെ തന്നെ സെർച്ച് പാരാമീറ്ററും ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തിരുന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്